ഗൈസ് അങ്ങനെ യുദ്ധം കഴിഞ്ഞുള്ളൂ ഇപ്പോൾ. അവിടെ ഇവന്നുണ്ടല്ലോ പോലെ ഒന്നാമത് അടി ചെയ്യും, ഫൈറ്റിങ് ചെയ്യും. ഇതുവഴി കൊണ്ടുപോകാൻ സേഫല്ല, നല്ല പേടിയാണ്. ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി വരുന്നു. എനിക്ക് പിന്നെ ഇപ്പോൾ പേടിക്കാനില്ല, ഇവൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ചവടി ഞങ്ങൾ ചവാടി എല്ലാ സാധനങ്ങളും ഇവിടെ ഇട്ടിട്ട് കൊണ്ടുവരും. പിന്നെ കഴിഞ്ഞ കളിയിൽ കാണ്ടേ ഇവിടെ കുറച്ച് അയണുണ്ടായി, അത് എടുക്കാൻ മറന്നു. നമുക്ക് ആ കേവിലേക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല കേട്ടോ, ആരും കമൻ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഗ്രീൻ പാരറ്റ് റെയറാണ് വലിയൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞവർ ആരും ഇതുവരെയും കമൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മോനെ ഇത് വലിയൊരു ഗെയിമാട്ടോ ഗൈസ്. അത്യാവശ്യം നല്ലോണം അയണും ഗൈസ്. അവിടെ ലൈറ്റ് ലാവാപ്പൂളുണ്ട് ഇവിടെ ഉറപ്പോ. ഇവിടെ നിറയെ അയണൊക്കെ ഉണ്ട്. ഓക്കെ വാടാ വാടാ, നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. ഇവിടെ വേറെ ആഹാ അടിപൊളി. വാ വാ വാ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മൈനിങ് ചെയ്യണം. ഇവിടെ ഉണ്ടോ, ഇവിടെ വലിയൊരു കേവ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇത് കണ്ടോ, വലിയൊരു കേവ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം. ഓക്കെ ഉണ്ടല്ലോ, ഭയങ്കര സൂക്ഷിക്കണം വരാൻ. ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് കോപ്പർ ഉണ്ടാക്കി. ഓ ഇവിടെ വേണ്ട, ഇവിടെ നല്ല സേഫല്ല. ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയും കൊണ്ടിരിക്കുന്നത് അത്ര സേഫല്ല. ഒന്നാം ഞാൻ ചത്താൽ റീസ്പോൺ ആവും, ഇവൻ ചത്താൽ റീസ്പോൺ ആവില്ലല്ലോ. അതാണ് വേറൊരു പ്രശ്നം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം. എന്തോ ഒരു മഴമുണ്ട്. എൻ്റെ പൊന്നോ അമ്മേ, നീ ഇവിടെ ഇവിടെ സിറ്റിക്കറോ കിട്ടിയ ഒരു സ്റ്റോണ്. എൻ്റെ മോനെ വേറെ എമറാൾഡ് ഉണ്ട്. അപ്പോൾ ഒരു എമറാൾഡ് 4 എമറാൾഡായി. ഇനി ഒരു വില്ലേജ് കൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സെറ്റ്. ഞാൻ കാണിച്ചോ സോർപ്പിച്ച് അവിടെ ലാവാപ്പൂളൊക്കെ ഉണ്ട്. എൻ്റെ അവൻ്റെ ശബലടി ആവായിരുന്നു അവിടേക്ക് പോയായിരുന്നെങ്കിൽ. എപ്പോൾ അടിയായിന്ന് വെച്ചാൽ അറിയില്ല അവൻ്റെ. ആഹോ അതെ ഇതിനുണ്ടല്ലോ, നമുക്ക് ആക്സിൻ കൊണ്ട് തെളിക്കല്ലോ. എൻ്റെ മുന്നോ ചര വേച്ചൊന്ന് കടിച്ച് കയറിയിട്ട് പോയി. ആ പിഗ് കണ്ട, ഇത് നല്ല രസമാണ്. പോർക്ക് നല്ലതാണ്, അടി അടിച്ചാൽ മതി, ബാക്കി ഇവ നോക്കിക്കോളും. താങ്ക്സ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നതിന്. ഓക്കെ വേഗം ബേസിക് കയറണം കാരണം സമയമില്ല. തിരിച്ച് വേഗം ബേസിക് കയറണം. എൻ്റെ പൊന്നു എനിക്ക് അടി കൊണ്ട് ചാവാൻ വയ്യ.
ഓക്കെ അങ്ങോട്ടേക്ക് തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ. സ്പീഡിൽ പോടാ സ്പീഡിൽ പോ. മ്യൂസിക്കൊക്കെ മാറുന്നു. ശങ്കർ ഓർവൈകിൻ്റെ എനിക്ക് ഓടാൻ പറ്റുള്ള. നീ വേഗത്തേക്ക് വാ. അവനെ കാണാനില്ല. ഇവിടെ ടിൻറ്റു മോനെ കാണാനില്ല ഈശോ. ഓക്കെ അവനവിടെ പെട്ടു. നമുക്കപ്പോൾ വേഗം കിടന്നുറങ്ങിയിട്ട് അവനെ വേഗം രക്ഷിക്കാൻ പോവാം. എന്താ പൊന്നു നമുക്ക് ഉണ്ടല്ലോ കുറച്ചുകൂടി സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടേ. സ്റ്റിക്കുണ്ട്. ഇതുണ്ട്. നമുക്ക് വേഗം കുറച്ച് ഒരു ബോ ഉണ്ടാക്കാം. ഒരു ബോ ചോദിക്കുന്നതാണല്ലോ. അയ്യോ ഇനി ഒരു സ്ട്രിങ് കൊടുങ്ങാലോ. ഇങ്ങൊരായണം നമ്മുടെ എന്ത് വന്നാലും കാര്യമില്ല. അവനെ രക്ഷിച്ചിട്ട് തന്നെ വരും. നീ ഇവിടെ ഉണ്ടായ സാറ് ഇവിടെ ഉണ്ടായിട്ടാണ് കിടന്ന് ബേജാറാക്കിയത്. എൻ്റെ പൊന്നു പശുവേ. അപ്പം ഇത് ഇവിടെ നിന്നത് കാര്യമില്ല. നിങ്ങൾ അടിയില്ല. മനസ്സിലാവല്ല. മ്യൂസിക്കൊക്കെ എന്തോ പോലെ വേറെ ലെവല്. പാടാകത്തേക്ക് നീ അവിടെ ഞാൻ ഇവിടേക്ക് വന്നു. കൊടുത്തിട്ടുണ്ട് കാര്യം പിന്നെ അവിടെ നിന്ന് വിളിച്ചില്ല. കുറച്ച് കോവിച്ചാൻ കിട്ടിക്കോട്ടെ. വാടാ നമുക്കിവിടെ ബീച്ചുണ്ടാക്കി തന്നിട്ട് കഴിയും. അവിടെ നിന്നെ ആരും ചെല്ലും ചെയ്യാൻ പറ്റില്ല. ഈ ധൈര്യമായിട്ട് കയറിക്കും. ചുറ്റിക്കറോ ചെറുപ്പം വരക്കൂല വിജയിച്ച് ഇങ്ങോട്ട് സ്റ്റെപ്പായി മ്യൂസിക്കൊക്കെ മാറ്റി വരുന്നതാണ് എൻ്റെ കഴിച്ച്. ആൻഡ് വാ ഇത് വരട്ടെ. അല്ലെങ്കിൽ വരേണ്ടതല്ലോ. ഇതിവിടെ സിറ്റി നിനക്ക് ഇവിടത്തെ ഇവിടെ തന്നെ നിനക്കൊരു ബീച്ച് ഉണ്ടാക്കി തരാം. അല്ലെങ്കിലേ നീ ഇറങ്ങി ഓടും. ഇത് മതി നിനക്ക്. ടോർച്ച് ഉണ്ടല്ലോ, വട്ടമുണ്ടല്ലോ. അത്രയ്ക്കും പേടിയാണോ? എന്നാ 2-3 കഷ്ണം കൂടി ഞാൻ തരാം. എവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇപ്പം പോരെ, പേടി മാറിയോ?
ഞാൻ പേടി വീണ്ടും മാറിയില്ലെങ്കിൽ ഞാൻ ഒറ്റ വഴികളിൽ ടോർച്ചെടുത്ത് ഉപയോഗിക്കാം. സത്യത്തിൽ ഇത് വരിക ഇറക്കുക. ആണ്ട് നമ്മളിവിടെ കൊക്കോവിയും നട്ടുണ്ടായിന്ന് പറയാൻ മറന്നു. ഇവിടെ കൊക്കോവിയും നട്ടുണ്ടായി. നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകം വന്നിട്ട് എടുത്തതാണ്. ശരി, ചെന്തിയെ പോലും കാണുമല്ലോ എത്ര നേരമായിട്ട്. അല്ലെങ്കിൽ ഇവിടെ തേരാപ്പാര നടക്കണതാണ് ഈ ചലഞ്ച് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഒരു അത്യാവശ്യത്തിനൊക്കെ ഒന്നിനും കാണത്തില്ല. അതൊന്നുകൊണ്ടാന്ന് എന്നോട് എനിക്കറിയത്തില്ല. ഇതിനകത്തല്ല വേണോ? ഇതിനകത്തൊക്കെ ടോർച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. നോക്കി പോകണമെങ്കിൽ ഒരു സീനാവും. പിന്നെ ഒരു എൻഡർമാൻ പോലും അതുകൊണ്ട് ഇതൊന്നും കേവല്ല. ആണ്ട് ഇവിടെയാണ് കേവ് എന്ന് പറഞ്ഞ സാധനം. എൻ്റെ ഇവിടെ കറൗച്ച് ചെയ്തിട്ട് പോയില്ലെങ്കിലുണ്ടല്ലോ. ആണ്ട് ഇതുണ്ടോ, ഇവിടെ നിറയെ മൂവ്സ് ഉണ്ട്. എക്സ്റേ മോഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് നന്നായിട്ട് കാണാം. ഞാൻ ഇങ്ങോട്ടാ കൂടെ. ഓക്കെ, ഒന്ന് കൂട്ടിക്കേക്കാം. രണ്ട് കൊക്കോ കിട്ടി നട്ടച്ചേക്കാം. എക്സിറ്റ് മൂന്ന് കുക്കിസാല ലാഭം. 8 മൂന്നാണ് 8 കുക്കീസ്. അപ്പം നമുക്ക് ഇതിനകത്ത് മൈനിങ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ എവിടെയാക്കണം എന്ന് എൻ്റെ ഡൗട്ട്. എനിക്കുള്ളതെങ്കിൽ എൻ്റെ ഉള്ളതിൽ ഏറ്റവും താഴത്തെ വശം ഇവിടെയാക്കി ആക്കണം. 2 പ്ലേറ്റും കൂടെ കിട്ടുമോ? നല്ല ഹംഗ്രി കാണിക്കണതാ. ഇടിച്ചു പോയി. പ്രിൻ്റാക്കാൻ പറ്റുക? പ്രിൻ്റാക്കിയതാണേ പെട്ടെന്ന് നോക്കിയപ്പോൾ ഫ്ലിഞ്ച്. ഞാൻ വെള്ളത്തിലേക്ക് വെച്ചാലോ? സംഭവിക്കുക. ഇന്ന മണ്ടയിലെങ്കിൽ ഇന്ന മണ്ടയിൽ നല്ല പിന്നെ ദേഷ്യം. ഞെതിരി പോയിട്ട് സ്ക്വാഡ്സ് തോന്നി ഒബ്സർവർ ഉണ്ടാക്കുന്നു. രണ്ടെണ്ണം ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാം. നെറ്റോട് നോക്കാം. ഗ്ലിച്ച് എനിക്കിഷ്ടമല്ല ഗ്ലിച്ച്. പോരെ പ്ലാന്റ് ഇന്ന മണ്ടിയിലും വളരെ നിൽക്കുന്നാണെങ്കിൽ കുഴപ്പമൊന്നും ഇനി ഉണ്ടില്ല. പിന്നെ എന്തൊക്കെയാ ട്രൈ ചെയ്യുക?
ഉള്ള സാധനം വെച്ച് ഞാൻ ഫോൺ വാങ്ങിച്ചെടുത്തു. ഡാർക്ക് ഓക്ക് സാപ്ലിങ് സീഡ്സ്. എന്താണ് മനുഷ്യരെ കൊല്ലാൻ രീതി നോക്കണേ. ഒരു പ്രയോജനമില്ലാത്ത സാധനം ഇരിക്കട്ടെ, ചുമ്മാ ഒരു പ്രയോജനമില്ലാത്ത സാധനം. നീ പേടിക്കണ്ട, നിന്നെക്കാളും പേടി എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനത്തെ ഒരു ബേസ് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേ. ഇങ്ങനെ വെച്ചാൽ ഇവിടെ നിന്ന് വന്ന് ക്രീപ്പറും കൂട്ടാളികളും കൊല്ലും. ബെഡ് ഈസ് ടു അവേ. ക്യൂറിങ് ഈ സമയത്ത് ഫുഡ്സ് നമുക്കൊരു കാര്യം ചെയ്ത് നോക്കിയാലോ. സ്കാഫോൾഡിങ് ഉണ്ടാക്കാൻ പറ്റും. നോക്കാം, 5 ഉണ്ടാക്കാൻ പറ്റും. സ്കാഫോൾഡിങ് വെച്ചിട്ട് 6 ഉണ്ടാക്കാൻ പറ്റും. ബ്ലോക്ക് ബോണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. കൊണ്ട് ടെറാക്കോട്ട ഗ്രാവല് സാൻഡ് മാൻഗ്രോവ് സ്ലാബിന് ധാരണൊക്കെ ഇപ്പോൾ മാൻഗ്രോവ് സ്ലാബൊക്കെ വേണം. മാൻഗ്രോവ് ചെറിയ കിടന്നുറങ്ങാം. കഴിച്ചപ്പോൾ ഇവിടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇവിടെ കുഴി ഉണ്ടാക്കിയിട്ട് വേണ്ടേ. അതുകൊണ്ട് ഇവിടെ വരുന്നൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കില്ലായിരുന്നു എൻ്റെ പരിപാടി. മഴ പെയ്യുന്നതൊന്നും സംശയമില്ല. ഈ മുകളിലിരിക്കുന്ന ഈ സ്ലാബുണ്ടല്ലോ എൻ്റെ മോനെ. അതിനകത്തിരുന്ന് സഫക്കേറ്റ്. ഇയാളെന്തത് മരണത്തിന് മാടി മാടി ഇല്ല മാത്രം എന്ത് സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന. ഇല്ല, എനിക്കൊരു കണ്ണിച്ചോരയില്ലെന്ന് ഞാൻ കാണിച്ചെടുക്കാം. ഈ ചെറുക്കനെന്തത് എൻ്റെ പൂവാലശല്യം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്. ആ കംപ്ലീറ്റ് ഇട്ടിട്ട് വന്നതാണ് ഞാൻ. ഇവരെന്താ പ്രാന്തായോ? പതുക്കെ ഓടിയേക്കാം. ആ ഫുഡ് കിട്ടിയല്ലോ. ഫുഡെത്തി. പതുക്കെ കയറി വരും. പച്ച ചത്ത നമുക്കിപ്പോൾ ഇതിനെ ടൈം ചെയ്യാൻ നോക്കാം. പച്ചത്തന്നെ വരാത്ത സീഡിങ് പോവാ. ഇപ്പോൾ 2 സീഡ് എടുക്കാം. ഇതെവിടെ നിന്നാണ് വളർച്ച കേട്ടത്? ആണ്ടറ 2 ബോണും ആരോയും നമുക്ക് തന്നിട്ട് പോയിക്കണം ഒരാൾ. ആ മഹാമനസിൻ്റെ ഉടമ. ഇവിടെ വന്നിട്ടാ കോള് മൈൻഡ് ജ്യൂസ്. സൗണ്ട് രക്ഷയില്ലേടാ. എന്നെ കണ്ടിട്ട് കൊല്ലാൻ വേണ്ടി. അതുകൊണ്ട് വേറൊരു മഹാമനസ്.
ടോട്ടൽ ആരും എത്രയും 12 ഓക്കെ വിളിക്കാൻ നോക്കാം. കയ്യിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. പച്ചത്തത്തിനെ കണ്ടതല്ലേ ഞാൻ. പച്ചത്തത്ത തത്തേനെയും കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ചുമ്മാ പറ്റുന്നു ഒന്ന് നടക്കും. അയ്യോ പെട്ട് 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 അച്ഛനെ എൻ്റെ അമ്മ. അയ്യാ അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലേ. അയ്യോ താണ്ട് ഇപ്പൊ വരും. ആ മുകളിലേക്ക് ഒരുപ്പി. എവിടവൻ ആദ്യം ഞാൻ പേടി. എൻ്റെ കണ്ണിലേക്ക് നോക്കിയതാണ് പ്രശ്നമായി പോയി. എൻ്റെ പൊന്ന് എൻട്രമാനെ കൊണ്ട് വലിയ ശല്യമായില്ലോ ദൈവമേ. നമ്മളെടുക്കാൻ പിന്നെ നമ്മളെടുത്ത കളി ഈ KVയിലെ ഒരു ദിവസം പോയിട്ട് മക്കൾക്ക് കിട്ടിയൊരു പണി കൊടുക്കണം. കയ്യെ കിട്ടിയുള്ള റിസോഴ്സസ് എല്ലാം എടുത്ത് വെക്കാം നമുക്ക്. അയൺ പോട്ടെ, കോബിൾസ്റ്റോൺ പോട്ടെ, ബോൺ പോട്ടെ, ഇതും പോട്ടെ, സ്ട്രിങ്ങും പോട്ടെ, ഇത് എഴുതിങ്ങോട്ടെ, ഈ ചൂളും പോട്ടെ. ആവശ്യം വന്നിട്ട് പറ്റുണ്ടാക്കണം. ഈ ഒരു സാധനം ഇവിടെ പോട്ടെ, ഈ ഒരു സാധനം പോട്ടെ, ഈ ഒരു ബാമ്പു പോട്ടെ. ഇത് കഴിഞ്ഞു അത്ര നല്ലതല്ല. കയ്യിലുള്ള മറ്റേ ഫുഡുകളും ഇത് അവിടെ വരുന്ന വെയിറ്റ് ചെയ്യാം. മഴ ഹാർട്ട് വന്നില്ല. ഓക്കെ ഇതൊക്കെ അകത്തിരിക്കട്ടെ. ഇത്രയും സാധനങ്ങളും കൊണ്ട് കപ്പ കുത്തിച്ചോളാം.
വെറുതെയല്ല ക്രൗച്ചിന്ന് മാറ്റിയിട്ടൊന്നും ലേറ്റൊന്നും ഇല്ലേ? ശരി ലേറ്റല്ല, വെറുതെ കയ്യിലുണ്ടായിരുന്നൊരു അയൺ ആക്സ് എടുത്തിട്ട് ഇത് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ്